ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ മെട്രോ സ്പൈസസ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? കാടമുട്ട കൊണ്ടുള്ള ഒരു അടിപൊളി ഫ്രൈ ആണ്. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമാവുന്ന ഒരു തരത്തിലുള്ളൊരു ഫ്രൈ ആണ്. ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 1000 കോഴിക്കാര കാട എന്നാണല്ലോ പറയാറ്. ഈ ഒരു സാധനം ഒരു അടിപൊളി കിടുക്കാച്ച സാധനമാണ്, ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. ഇത് മിക്ക ട്രിവാൻഡ്രത്തൊക്കെ ഉള്ള ചില ടീ ഷോപ്പിലൊക്കെ വൈകുന്നേരങ്ങളിൽ കാട ഫ്രൈയും അല്ലെങ്കിൽ കോഴിമുട്ട ഫ്രൈയും കട്ടനൊക്കെ കിട്ടാറുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സാധനം നമുക്ക് കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്നാക്സ് ആയിട്ടൊക്കെ ചായയിലൂടെ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ചപ്പാത്തിയെ കഴിക്കുന്നെങ്കിൽ ചപ്പാത്തിയിലൂടെയൊക്കെ ഒരു കോമ്പിനേഷനായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അടിപൊളി സാധനമാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഞാൻ പറയാം. ഇപ്പം ഞാൻ ഇത് ഒരു പാക്കറ്റ് കാടമുട്ടയാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊരു 30 രൂപ കൊടുക്കുകയാണെങ്കിൽ ഒരു 10 കാടമുട്ട കിട്ടും ഒരു പാക്കറ്റിൽ. ആ ഒരു പാക്കറ്റ് കാടമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇവിടെ. അപ്പോൾ നമ്മൾ ഇനി ഈ കാടമുട്ടേനെ ഒന്ന് പുഴുങ്ങിയെടുക്കണം. കാടമുട്ട തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് കോഴിമുട്ടയായാലും എടുക്കാം. അപ്പം നമുക്കിതിനൊന്ന് പുഴുങ്ങിയെടുക്കാം. മുട്ട പുഴുങ്ങാനായിട്ട് അടുപ്പിൽ വെള്ളം വെച്ച് ഓരോ മുട്ട ഇങ്ങനെ 1 by 1 ആയിട്ടിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പൂടെ ഇട്ടിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ ഫ്രൈ ചെയ്തെടുക്കേണ്ട മസാല റെഡിയാക്കാം. മുട്ടയോടെ കിടക്കട്ടെ. മസാല റെഡിയാക്കാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കാശ്മീർ ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല. ഞാനിവിടെ ചിക്കൻ മസാല എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മസാലയ്ക്ക് മെയിനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കാം നമുക്ക്. അതിനുശേഷം ഇത് രണ്ടും മാറ്റി വയ്ക്കാം. ഇതിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ച മുട്ടയൊക്കെ ചെറുതായിട്ടൊന്ന് വരച്ചൊക്കെ ഇടാൻ വേണമെങ്കിൽ. ഇതുപോലെ മുട്ട ഒന്ന് വരഞ്ഞു വിടുകയാണെങ്കിൽ മസാല നല്ല രീതിയിൽ പിടിക്കും. ഇനി നമുക്ക് അടുപ്പിലൊരു പാൻ വെച്ച് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിൽ കുറച്ച് കടുകിട്ടിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുകയാണ്. ഇപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ച ഈ മസാലപ്പൊടികളെല്ലാം ചേർത്ത് നല്ല രീതിയിലൊന്ന് പച്ചമണം മാറുന്ന പോലെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ നേരത്തെ എടുത്തു വെച്ച മുട്ടയും കൂടെ അതിലിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴിതിനകത്തുള്ള ഈ ഒരു ഈർപ്പമെല്ലാം വറ്റി ഈ മസാലയെല്ലാം നല്ല രീതിയിൽ മുട്ടയിൽ കോട്ടായി കിട്ടുന്നവരെ നമുക്കൊന്ന് നല്ല രീതിയിൽ ചുഴറ്റി വഴറ്റിയെടുക്കാം. ഏറ്റവും അവസാനം കുറച്ച് മല്ലിയില കൂടെ ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുത്താൽ നമ്മുടെ എഗ് ഫ്രൈ മസാല ഇവിടെ റെഡിയായി. ഇത് തയ്യാറാക്കുന്ന ടൈമിൽ ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് വെച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇതൊരു അടിപൊളി റെസിപ്പിയാണ്. ചായയിലൂടെയും കട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.